ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ +2 സയൻസ് സ്റ്റുഡൻസിനേക്കാൾ വലിയ പോരാളി മറ്റാരും തന്നെ ഇല്ല. മാർക്ക് ബേസ്ഡ് അഡ്മിഷൻ കിട്ടുന്ന കോളേജുകളുണ്ട്. ആ കോളേജിൽ പോകുന്ന ആൾക്കാർക്ക് എന്താക്കാം 90% ആണെങ്കിൽ ഇംപ്രൂവ് ചെയ്യാമെന്ന് ഞങ്ങൾ പറയുന്നു. ഇപ്പൊ കുട്ടികൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ +2 സയൻസ് സ്റ്റുഡൻസ് ചെയ്യേണ്ടത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. സാർ +2 ബോർഡ് എക്സാം അടിക്കാതെ എന്ത് ഇംപ്രൂവ്മെന്റ് ആണ്? +2 ബോർഡ് എക്സാം ഉണ്ടാവും, പക്ഷെ എന്താന്ന് വെച്ചാൽ ഇംപ്രൂവ്മെന്റ് എക്സാം +1 അവർ കുറെ മുന്നേ പഠിച്ചല്ലേ സാർ, അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. +2 ബോർഡ് എക്സാമിന് ഒരുപാട് മാർക്ക് അവിടെ കിട്ടുന്നില്ലേ? മാർച്ച് ആവുമ്പോഴത്തേക്ക് ഇത് പഠിച്ചു തരണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവര് +1ലുള്ള ഇംപ്രൂവ്മെന്റ് എക്സാമിനുള്ളത് +2 ബോർഡ് എക്സാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് അടിക്കാം. ഓക്കെ മക്കളെ, ഇതേപോലത്തെ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ ഉള്ളത്. നമുക്കറിയാം +1 ഇംപ്രൂവ്മെന്റിന് പ്രിപ്പയർ ചെയ്യണോ അതോ +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ, അങ്ങനെ ഭയങ്കരമായ ഒരു കൺഫ്യൂഷനാണ് നിങ്ങളുള്ളത്. ആ കൺഫ്യൂഷൻ തീർക്കാൻ നമ്മളൊരു ചെറിയൊരു ശ്രമം നടത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം +2 ബോർഡ് എക്സാമും അതേപോലെ ഇംപ്രൂവ്മെന്റ് എക്സാമും ഒരുമിച്ചാണ് ഇപ്രാവശ്യം വരുന്നത്. അതിന്റെ ഒരു എക്സ്ട്രാ ബേർഡൻ തീർച്ചയായിട്ടും ഉണ്ടാവും. +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ലാബിന് പ്രിപ്പയർ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ +2 സയൻസ് സ്റ്റുഡൻസിനേക്കാൾ വലിയ പോരാളി മറ്റാരും തന്നെ ഇല്ല. കാരണം ഇംപ്രൂവ്മെന്റ് എക്സാം, ബോർഡ് എക്സാം, മോഡൽ എക്സാം, പ്രാക്ടിക്കൽ, അങ്ങനെ സകലമാന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം അതിന്റെ ഒരു ബേർഡൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാം അതേപോലെ ബോർഡ് എക്സാം എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് കുറച്ച് കീ പോയിന്റ്സ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കീ പോയിന്റ്സിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇംപ്രൂവ്മെന്റ് ബോർഡ്. ഇംപ്രൂവ്മെന്റിൽ നമുക്ക് മാക്സിമം 3 സബ്ജക്റ്റ് ആണ് ഇംപ്രൂവ് ചെയ്യാനുള്ളത്. മാക്സിമം 3 ആട്ടോ. പക്ഷെ ബോർഡ് എക്സാമിന് 6 സബ്ജക്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റിൽ 180 to 220 ആണ്. അവിടെയും കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ ക്ലിയർ ആക്കി തരാം. പക്ഷെ മാക്സിമം മാർക്ക് നമുക്ക് ബോർഡ് എക്സാമിൽ 400 മാർക്ക് തിയറി പാർട്ട് മാത്രം കേട്ടോ. CE മാർക്കും അതേപോലെ ലാബിന്റെ മാർക്കും നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. തിയറി പാർട്ട് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഈ 180 to 220 എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ആ റേഞ്ച് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 3 സബ്ജക്റ്റ് ആണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. 3 നമ്മുടെ സബ്ജക്റ്റുകളാണെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നെങ്കിൽ 60, 60, 60, 180 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഇനി അതല്ല 2 ലാംഗ്വേജും 1 സബ്ജക്റ്റുമാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നെങ്കിൽ മാക്സിമം മാർക്ക് എന്തായാലും മാറും, 220 ആയിട്ട് മാറും. ഇനി ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി ഇതിൽ വലിയ ചങ്ക് ഓഫ് മാർക്സ് അവർ സ്കോർ ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 40 മാർക്ക് ഉണ്ട്, റിമൈനിങ് 20 മാർക്സ് നിങ്ങൾക്ക് അവിടെ കൂടാൻ ചാൻസ് ഉള്ളൂ. 40 മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ 180 to 220 എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വളരെ കുറവായിരിക്കും. മേ ബി 3 സബ്ജക്ട് ഒരു 40 to 50 മാർക്സ് ഉണ്ടാവുള്ളൂ. വലിയ എഫേർട്ട് ആണ്. അതേപോലെ ഈ മാർക്ക് കുറഞ്ഞ മക്കളാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ മാർക്ക്, എന്നാൽ ആവറേജ് ഒരു 40 to 50 മാർക്സ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് +2 ബോർഡിൽ 400 മാർക്സ് എടുക്കുന്നുണ്ട്. പിന്നെ ലെസ് മാർക്ക് സ്കോർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതേപോലെ ഇവിടെ മോർ മാർക്ക് സ്കോർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പാരാമീറ്റേഴ്സ് നിങ്ങൾ എന്താക്കണം, മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഓൾറെഡി അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നെക്സ്റ്റ്? Who should improve? ആരാണ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതേണ്ടത്? സോ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു വ്യക്തമായ എയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആരാണ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയതിനു ശേഷം നമ്മൾ ഈ +2ന്റെ സ്കോർ, +1 +2ന്റെ ടോട്ടൽ സ്കോർ നമ്മൾ എവിടൊക്കെയാണ് യൂസ്, നമുക്ക് എന്താണ് യൂസ്? കാരണം ഇതിന് 2 കാറ്റഗറി ആയിട്ട് മാറ്റാൻ പറ്റും. ഒന്ന് മാർക്ക് ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവും, പിന്നെ ഒന്ന് എൻട്രൻസ് ബേസ്ഡ് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവും. ഇപ്പൊ ഈ 90ന്റെ മേലേക്കൊക്കെ സ്കോർ ചെയ്ത ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇംപ്രൂവ് ചെയ്യുന്നത് വലിയൊരു, എങ്ങനെ നോക്കിയാലും അത് വലിയൊരു ബെനിഫിറ്റ് അല്ല എന്നാണ് എനിക്ക് 90, 95 മേലെ സ്കോർ ചെയ്ത കുട്ടികളുണ്ടാവും. സോ അവർ അധികം അവരുടെ ഒരു ചിലപ്പോൾ ഒരു അഭിമാന പ്രശ്നമായിരിക്കും, 100 out of 100 വേണം എന്നുള്ളത്, അങ്ങനെ അഭിമാന പ്രശ്നമായിരിക്കും. ബാക്കി അതിന് വളരെ 50 to 60 ഒക്കെയാണ് ഇവരുടെ റേഞ്ച് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ മാർക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. 2 കാര്യങ്ങൾ, 2 കാറ്റഗറി പറയാം സാറേ. ഒന്ന് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കാറ്റഗറിയാണ്. അതിൽ +2 മാർക്സ് റെലവന്റ് അല്ല, ഇറലവന്റ് ആയിട്ടുള്ള കുട്ടികൾ. എൻട്രൻസ് ഫോർ എക്സാമ്പിൾ JEE, നീറ്റ്, അതേപോലെ CUT, ഇതാണ് മെയിൻ. ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് വെറും 75% മാർക്ക് മാത്രം മതി JEEക്ക്. ഇപ്പൊ JEEക്ക് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് കൂടുതൽ 90% കാറ്റഗറി കേട്ടോ, നമുക്ക് 40% വരുന്നുണ്ട്. 90% ഓൾറെഡി സ്കോർ ചെയ്ത കുട്ടിയുടെ ഉദ്ദേശം JEE ആണെങ്കിൽ വെറുതെ അതിന്റെ മേലെ കെട്ടി മറയേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. CUT ആണെങ്കിൽ 50% മതി, CUT ആണെങ്കിൽ 50% സ്കോർ മതി. ഓക്കെ, സോ അത് വളരെ കുറവാണ്. പിന്നെങ്കിലും ഇത് യൂസ്ഫുൾ ആകുന്നത് കീമിനാണെങ്കിൽ തീർച്ചയായിട്ടും ബോർഡ് എക്സാമിന്റെ മാർക്ക് എടുക്കുന്നുണ്ട്. ബോർഡ് എക്സാമിന്റെ മാർക്കും നിങ്ങൾ എഴുതുന്ന കീമിന്റെ മാർക്കും കൂടി എടുത്തിട്ടായിരിക്കും നിങ്ങളെ റാങ്ക് വരുന്നത്. സോ കീമിനാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് കൂടുന്നോ അത് നിങ്ങൾക്ക്, പിന്നെ അതേപോലെ മാർക്ക് ബേസ്ഡ് അഡ്മിഷൻ കിട്ടുന്ന കോളേജുകളുണ്ട്. ആ കോളേജിൽ പോകുന്ന ആൾക്കാർക്ക് എന്താക്കാം 90% ആണെങ്കിൽ ഇംപ്രൂവ് ചെയ്യാമെന്ന് ഞങ്ങൾ പറയുന്നു. CUT വഴി കിട്ടുന്ന കോളേജുകളല്ലാതെ ഈ ലോക്കൽ കോളേജ് നമ്മളെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലൊക്കെ കിട്ടുന്ന കോളേജുകളിലേക്കൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും എത്രത്തോളം മാർക്ക് കിട്ടുന്നത് അത്രത്തോളം നല്ലതായിരിക്കും. സോ ഇനി നമുക്ക്
വേറെ കാറ്റഗറി ഉണ്ട് സാർ. ഇപ്പൊ നമ്മൾ 90% പറഞ്ഞു, ഇനി അതിൽ കുറവ്, ഇനി വേറെ കാറ്റഗറിയാണ് നിങ്ങൾ ഭയങ്കര മാർക്ക് കുറവുള്ള മക്കളാണ്, 50% ബിലോ ആണ്. 50% ബിലോ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ജെയിൽ 75% പറഞ്ഞാൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും അഡ്മിഷൻ കിട്ടില്ല, CUT എഴുതാൻ പറ്റില്ല. സോ ആ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്തായിരിക്കും. വേറെ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഡീൽ ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. 50% ബിലോ കിട്ടിയ കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും +1 കുറെ കൺസെപ്റ്റുകൾ ആ കുട്ടി പഠിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഉള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചോളം +2 ബോർഡ് എക്സാം എഴുതുക എന്നുള്ളതും ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ള കുട്ടി തീർച്ചയായിട്ടും മാർക്ക് അപ്ഗ്രേഡ് ചെയ്യണം. കുറെ കണ്ടന്റുകൾ ഇനിയും പഠിക്കാനുണ്ടാവും. അത് പഠിച്ചാൽ മാത്രമേ +2 ബോർഡ് എക്സാമിന്. പക്ഷെ അവിടെ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രണ്ട് കാറ്റഗറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സാർ. ഒന്ന് എൻട്രൻസ് ഫോക്കസ് ചെയ്യുന്ന മക്കള്, മാർക്ക് ബേസ് ചെയ്യാത്ത ആൾക്കാർ 90% ആണെങ്കിൽ ഇംപ്രൂവ് ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. പിന്നെ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാം. ഇനി അതിൽ ഭയങ്കര കുറവ് മാർക്ക് കുട്ടികൾ എന്തായിരിക്കണം ഇംപ്രൂവ്മെന്റ് കൊടുത്തിരിക്കണം. ഇനി നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഒരുപാട് പഠിക്കാനുണ്ട്. +2 ബോർഡ് എക്സാമിൽ 400 മാർക്സ് പഠിക്കാനുണ്ട്. ഇതിനുള്ള ടൈം എവിടെ നിന്ന് കണ്ടെത്തും? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ടൈം മാനേജ്മെന്റ്. ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾ എഴുതാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ദ ടൈം മാനേജ്മെന്റ്. നിങ്ങൾ ഇതിന്റെ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സോ +2 എക്സാമിന് നിങ്ങൾ തീർച്ചയായിട്ടും +2 എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ അതിനുവേണ്ടി നിങ്ങളൊരു റേഞ്ച് ഓഫ് ടൈം കണ്ടുവച്ചിട്ടുണ്ടാവും. ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ് ഞാൻ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടാവും. ഈ സമയം ഒരിക്കലും നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യരുത്. എക്സ്ട്രാ ടൈം നിങ്ങൾ കണ്ടെത്തണം. അതിനുവേണ്ടി നിങ്ങളുടേതായ കുറെ എൻജോയ്മെന്റ് ഉണ്ടാവും, നിങ്ങളുടേതായ കുറെ സോഷ്യൽ മീഡിയ ടൈംസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തേ മതിയാവും. എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്താൻ പറ്റൂ. വീണ്ടും പറയട്ടെ, അത് സാക്രിഫൈസ് ചെയ്യുക. അല്ലാതെ നിങ്ങളെ +2 നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വെച്ച ടൈം ഒരിക്കലും നിങ്ങൾ ഇവിടെ ഇംപ്രൂവ്മെന്റ്, കാരണം അത്രയും മാർക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇനി A+ ഇപ്പോൾ 85 ഒക്കെ വരുന്ന മാർക്ക് വരുന്ന കുട്ടികളുണ്ടാവും. അതായത് A+ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന A+ ഇടാൻ വേണ്ടി ഇംപ്രൂവ് ചെയ്യുന്ന പറയുന്ന ആൾക്കാരുണ്ടാവും. അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് +2 ഒരു കാര്യമുണ്ട്, പ്രാക്ടിക്കലും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ +2 നിങ്ങൾ കൃത്യമായിട്ട് +2 എക്സാമിന്, തിയറി എക്സാമിന് നിങ്ങൾ A+ മാർക്ക് വാങ്ങി പ്രാക്ടിക്കലിന് 40 മാർക്സ് കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി +1 മാർക്കിലും കൂടി ആഡ് ചെയ്ത് തരുമ്പോൾ അത് A+ ആയിക്കോളും. സോ അങ്ങനെയുള്ള കുട്ടികൾ എന്താക്കുക, ഇതൊക്കെ ഈ ഫാക്ടേഴ്സ് ഒക്കെ മൈൻഡിൽ വെച്ച് എന്താക്കുക, ഇംപ്രൂവ്മെന്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് അത് സബ്ജക്ട് ടു സബ്ജക്ട് ഡിഫറെന്റ് ആയിരിക്കും. ലൈക്ക് മാത്സിന് എങ്ങനെയാണോ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കില്ല കെമിസ്ട്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. മാത്സ് ഒബ്വിയസ്ലി കൂടുതൽ ആൾക്കാർ മാത്സ് ആയിരിക്കണം. കഴിഞ്ഞ കൊല്ലം ഏറ്റവും ഡിഫിക്കൽട്ട് മാത്സ് ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറയാനുള്ളത് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മാത്സ് ഇംപ്രൂവ്മെന്റിന് ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഈ കാണുന്ന വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. മാത്സ് ഇംപ്രൂവ്മെന്റിന് ഒരു സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ അതിനകത്ത് മാത്സിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് വിചാരിക്കുന്ന അത്ര വലിയ ബേർഡൻ അല്ലാതെ എങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ ഇംപ്രൂവ്മെന്റ് എക്സാം ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതിന്റെ സപ്പോർട്ടാണ് അതിന് തീരുമാനിക്കുന്നത്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.